ഇത് നമ്മുടെ ചിരുവിൻ്റെ ഫുഡാണേ. അവൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പോൾ ഞാൻ ഫുഡ് കൊടുത്ത് ചെല്ലുകയാണ്. വിളിച്ചപ്പോൾ വേഗം വന്നു ഒന്ന് കഴിക്കാൻ. ആശാൻ്റെ ഇരുത്തൊക്കെ കണ്ടുകയാണെങ്കിൽ ഭക്ഷണമൊന്നും വേണ്ടാതെ ഞാനെന്തോ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയമാതിരി ഉണ്ട്. വെറും അടവാണ്, ഭക്ഷണമൊക്കെ വേണം. പക്ഷേ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കൊരു കുളുസാക്കലാണ്. നമ്മളിങ്ങനെ ഓമനിച്ച് കൊഞ്ചിച്ച് കഴിപ്പിക്കണം. ഇതേതോ വേണ്ടാത്ത മനുഷ്യനെ ഞാനിവിടുന്ന് തീറ്റിക്കുന്ന പോലെയുള്ള ഭാവത്തിലാണ് അവൻ ഇരിക്കുന്നത്. എനിക്കിതൊന്നും വേണ്ട എന്നുള്ള ഭാവത്തിൽ. പക്ഷെ ആശാന് നല്ല കൊതിയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഓമനിക്കണം. ഗുഡ് ബോയ് അല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചൊല്ലി അവനെ മൂടാക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നതെന്ന്. ചിക്കനും ലിവറും കോഴിമുട്ടയൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ചോറും കേട്ടോ. പിന്നെ അത് വേവിച്ച വെള്ളവും കുറച്ചാക്കി കൊടുക്കും. എന്നാൽ പിന്നെ ആ സ്മെല്ലിൽ അങ്ങോട്ട് കഴിച്ചോളും. ആദ്യം തന്നെ ഈ സാധനങ്ങളൊക്കെ മുഴുവൻ തിന്ന് തീർക്കും. അതിന് ശേഷം ഒന്നും കൂട്ടാതെയാണ് ചോറ് സാധാരണ കഴിക്കുന്നത്. പക്ഷെ ഒന്ന് തുടങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ. കണ്ടോ, ഇത്ര നേരമായിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ മണമൊക്കെ അടിക്കുമ്പോൾ എന്താ സാധനം എന്ന് അങ്ങോട്ട് നോക്കും. ഇതൊക്കെയാണോ, എന്നാ അങ്ങ് കഴിച്ചേക്കാന്നുള്ള ഭാവത്തിൽ മെല്ലെ ഒന്ന് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് കഴിച്ചോളും. ഒന്ന് 2-3 പ്രാവശ്യം കയ്യിൽ അങ്ങോട്ട് എടുത്ത് കൊടുത്താൽ മതി, പിന്നെ കഴിക്കും. കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാൻ ഇത്ര പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര പാടാണ്. പക്ഷേ ആൾക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, വിശപ്പൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടങ്ങ് ഓമനിക്കണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ? ഞങ്ങളിങ്ങനെ പറയും, ഓരോന്നുങ്ങൾക്ക് ഫുഡ് കിട്ടാഞ്ഞിട്ടാ, ഇവനിത് കിട്ടുന്നത് കൊണ്ടുള്ള കുളൂസാണെന്നൊക്കെ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ പ്രശ്നമില്ല, അവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചോളും. ആദ്യം തന്നെ ഈ ലിവറും ഫസ്റ്റ് ലിവർ കഴിച്ചിട്ടാണ് തുടങ്ങാറ്. ലിവറും മുട്ടയും ചിക്കനും ഒക്കെ ആദ്യം തന്നെ അങ്ങ് കഴിച്ചു തീർക്കും. പിന്നെ ഇങ്ങനെ ഇരിപ്പാണ് ആശാൻ. പിന്നെ ലാസ്റ്റ് ചോറും ഒന്നും കൂട്ടാതെ തിന്നണം. കണ്ടില്ലേ, ഇതാ ചിക്കനും ലിവറും ഒക്കെ തിന്ന് തീർക്കുന്നുണ്ട്. പിന്നെ മെല്ലെ അങ്ങ് എങ്ങനെയെങ്കിലും ചോറിലേക്ക് എത്തിക്കണം. ആളിത്രയും സൈസൊക്കെ ഉണ്ടെങ്കിലും പാവാണ് കേട്ടോ, കുഞ്ഞു മനസ്സാണ്, പാവാണ്. അങ്ങനെ ഇതാ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്കാണേ ഞാൻ കൊടുക്കാറ്. വീട്ടിലാരും ഇല്ലാത്തപ്പോഴേ ഞാൻ ഫുഡ് കൊടുക്കാറുള്ളൂ. രാത്രിയൊക്കെ അമ്മ തന്നെയാണ് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചാൽ വരികയൊക്കെ ചെയ്യും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം കൊടുത്ത് കൊടുത്ത് പേടിയൊക്കെ മാറിയിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നൊരു ബുദ്ധിമുട്ടും ആശാനുണ്ട് കേട്ടോ. ഉറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ്. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവന് ഫുഡ് കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇനി ചോറ് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ഫുള്ളങ്ങ് കഴിച്ചോളും കേട്ടോ. ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് വെള്ളവും കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ അവൻ പോയി കിടന്നുറങ്ങിക്കോളും.